നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശൻ കല്യാണിന്റെ മുന്നിൽ നിന്ന് യാചിക്കുവാണ്. ഈ സമയത്ത് കല്യാണി ചോദിച്ചു, നിനക്ക് നാണമില്ലേ ഇങ്ങനെ വന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് കെഞ്ചാനായിട്ട്? കാർത്തേച്ചി ജനിച്ച ഉടനെ കാർത്തേച്ചിനെ ഓടെ കൊണ്ട് കളഞ്ഞാണ്. അത് മാത്രമോ, എന്നെയാണെങ്കിലോ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ച, അതിനുശേഷം എന്തൊക്കെ ദുഷ്ടതകൾ എന്നോട് കാണിച്ചേ, എന്നിട്ട് നിങ്ങൾക്ക് എന്റെ മുന്നിൽ വന്ന് എങ്ങനെ ഇങ്ങനെ യാചിക്കാൻ തോന്നുന്നു എന്നൊക്കെ ചോദിക്കാണ്. പ്രകാശം പറഞ്ഞ, ശരിയാ, ഞാൻ അങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാർത്തിക മോളെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നീ ജനിച്ചപ്പോ മുതൽ എന്റെ കൺമുന്നിൽ തന്നെയായിരുന്നു. അന്ന് മുതൽ ഇത് ഏത് നിമിഷം വരെ ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടുള്ളൂ. പല രീതിയിൽ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ പുഴയിലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ സ്കൂളിൽ വിട്ടിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, നിന്റെ ഒരു കാര്യങ്ങളും നോക്കിയിട്ടില്ല, ഒരു മോളെ എന്നുള്ള സ്നേഹത്തോടെ ഒരു വിളി വിളിച്ചിട്ടില്ല. എല്ലാം എന്റെ തെറ്റാ, ഞാൻ ചെയ്ത ക്രൂരതകൾ അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പൊ ഈ ശിക്ഷ എനിക്ക് ദൈവമായിട്ട് തന്ന ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്നുള്ള എനിക്ക് അതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട്. അവസാന നാളുകളാണെന്ന് തോന്നുന്നു എന്റേത്. അതിനു മുമ്പായിട്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചണം. 3 പെൺമക്കളോടും കൂടിയിരുന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ കല്യാണി ഇരുന്നിടത്തുനിന്ന് അങ്ങ് ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്താണ് താൻ പറഞ്ഞേ? 3 പെൺമക്കളോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കണം? നടക്കില്ല, ഒരിക്കലും നടക്കില്ല എന്ന് പറയാൻ. ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല താൻ ഇപ്പം മരിച്ച് മണ്ണടിഞ്ഞു പോയാലും തന്റെ ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലെന്ന് പറയണ. താൻ അമ്മാതിരി ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറയണ. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രകാശം പറഞ്ഞു, അതെ, ശരി തന്നെയാ, ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്, ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ മാപ്പ് അർഹിക്കുന്ന തെറ്റൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ചെയ്തു പോയ ദ്രോഹങ്ങള്, അതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുക. എന്നോട് ക്ഷമിക്കണം മോളെ. ക്ഷമ ചോദിച്ചാലിട്ടും കാര്യമില്ലെന്നറിയാം. കാരണം എന്നെ പോലൊരു ക്രൂരന് ഒരിക്കലും അതിനുള്ള യോഗ്യത പോലും ഇല്ല. മോളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. എനിക്കറിയാന്ന് പറയാം. കേട്ടപ്പോ കിരൺ പറഞ്ഞു, ഓഹോ, പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറയണ. ഇത് കേട്ട് കല്യാണി പറഞ്ഞു, തനിക്ക് കിട്ടിയതൊന്നും പോരല്ലേ, വീണ്ടും വീണ്ടും വേറെ തന്ത്രങ്ങളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ഒരിക്കലും ഇല്ല, എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. എന്റെ അമ്മയുണ്ടല്ലോ, ഒരു പാവ അമ്മയാ, അറിയാലോ നിങ്ങൾ ആ അമ്മയെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന്. എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ, പിന്നെ അമ്മയുടെ കൺമുന്നിൽ വെച്ച് എന്നെയും ദ്രോഹിച്ചിട്ടുണ്ട്. എന്റെ അമ്മ പലപ്പോഴും നിങ്ങളുടെ കാല് പിടിച്ച് യാചിച്ചിട്ടുണ്ട് എന്നെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അന്നൊക്കെ നിങ്ങൾ എന്റെ അമ്മയെ പുറംകാലും കൂടെ തള്ളിയെറിയുക ചെയ്തേ. അന്നും ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിനുശേഷമോ നിങ്ങൾക്ക് നന്നാവാനായിട്ട് കുറെ അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഒരിക്കൽ പോലും നിങ്ങൾ നന്നായില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, ഇയാളെ ഇങ്ങോട്ട് ഇളക്കി വിടുന്ന മിക്കവാറും ആ വിക്രമായിരിക്കും പുതിയ തന്ത്രം പറഞ്ഞു വിടുന്നേ. എങ്കിലല്ലേ അവൻ പുറത്തിറങ്ങി കഴിയുമ്പോ അവന് വീണ്ടും സുഭിക്ഷമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി വെക്കാൻ പറ്റുള്ളൂ. തല തല്ലിപ്പൊളിക്കാനും എല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കാനായിട്ടായിരിക്കും അവനിങ്ങോട്ട് ഇയാളെ പറഞ്ഞു വിട്ടിരിക്കുന്നു പറയണം. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ അവനെ കാണാൻ പോയെന്നുള്ള സത്യം തന്നെയാ. പക്ഷേങ്കില് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആൺമക്കളല്ല പെൺമക്കളും കൂടെ വേണം കുടുംബത്തില്. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ഓ, അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്ന നല്ലതാ. പക്ഷേങ്കില് അത് എന്റെ അടുത്ത് വേണ്ട. ആ നമ്പറും കാര്യങ്ങളും പറഞ്ഞു കേട്ടല്ലോ, മര്യാദയ്ക്ക് കടന്നു പോയിക്കോണം. ഇവിടെ ഒരു നിമിഷം പോലും കണ്ടുപോയേക്കലെന്ന് പറയണം. അവസാനം പ്രകാശം പറഞ്ഞു, മാപ്പ്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല, സോറി കേട്ടോ എന്നൊക്കെ പറയാണ്. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കാം. പക്ഷെ മോളെ കാണാൻ തോന്നും, എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അതിയായിട്ട് ആഗ്രഹം തോന്നുവാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരും, വരാതിരിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പതുക്കെ ഇറങ്ങി പോവാണ്. പ്രകാശൻ ആ പോന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അയാളിപ്പോ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിൽ ഇതുണ്ടായിട്ട് പറഞ്ഞ് നമുക്ക് കരുതാൻ പറ്റില്ല. ഇതിനു മുമ്പ് പലപ്പോഴും ഇങ്ങനത്തെ പല നമ്പറുകളുമായിട്ട് അയാൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ അറിയാലോ അനുഭവങ്ങൾ എന്തായിരുന്നു. അങ്ങനെ പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവിടെ ബാക്കി സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് രതീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. രതീഷ് വന്നിട്ട് ചോദിച്ചു, ആഹാ, ഇവിടെ എത്തിയോന്ന് ചോദിക്കണം. അല്ല, വീട്ടിലെത്തിയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ആ സെക്കൻഡിൽ തന്നെ ഇങ്ങോട്ടേക്കും പറന്നു വന്നോ? അല്ല, ഇവിടെ വന്നിട്ട് എന്തായിരിക്കും പുതിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ? അല്ല, നിങ്ങൾ ആരാ പുറത്തിറക്കി വിട്ടെ? കടുവേനെയൊക്കെ സാധാരണ കൂട്ടിലിട്ടാണല്ലോ വളർത്താനുള്ളത്. നിന്നെയൊക്കെ പണ്ടേ പൂട്ടിയിടേണ്ട സമയം കഴിഞ്ഞ് പ്രകാശാന്ന് പറയണ. തീടെ പ്രകാശം പറഞ്ഞു, നീ എന്ത് വെള്ളം മോനെ പറഞ്ഞോ രതീഷേ എന്ന് പറയണ. അതല്ലേ പറയാൻ പറ്റുള്ളൂ നിങ്ങക്ക്, അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. അല്ല, നിങ്ങൾ അതിന് എന്റെ വീട്ടിൽ വന്നേന്ന് ചോദിക്കുക. ഞാനത് പിന്നെ മോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. മോനെ കാണാനോ? മോനെ കാണാനാണോ അവനെ കൊല്ലാനാണോ നിങ്ങൾ വന്നേന്ന് ചോദിക്കും. ഇങ്ങനൊന്നും പറയരുത്, അവരൊരു കൊച്ചു കുഞ്ഞല്ലേ നിൽക്കും. കൊച്ചു കുഞ്ഞോ? വയറ്റി വെച്ച് തന്നെ കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിച്ചാ നിങ്ങള്. എന്നിട്ടാണ് നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളോട് അനുകമ്പ. അതൊന്നും ഒരിക്കലും ഇല്ലാന്ന് എനിക്കറിയാം. നിങ്ങൾ ആരാ എന്താന്നൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള പ്രകാശ. അതുകൊണ്ട് എന്റെ അടുത്ത് നിങ്ങൾ അടവ് അഭ്യാസമൊന്നും വേണ്ട. കിരണിന്റെയും കല്യാണിന്റെ അടുത്ത് അടവ് അഭ്യാസം പോയി എടുത്തു കാണുമായിരിക്കും. പക്ഷെ അതൊന്നും എന്റെ അടുത്ത് ചെലവാകത്തില്ലെന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു, നീ എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങോട്ട് മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് ഒന്ന് പിടിച്ചു പറിക്കാനോ ഒന്നും വന്നല്ലെന്ന് പറയും.
പിന്നെ എന്തിനാണോ തന്നെ ബെഡ്റൂമിൽ കയറിയത്, ഒന്ന് നോക്കട്ടെ തന്റെ പോക്കറ്റിലൊക്കെ എന്താ ഉള്ളതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കൈയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കല്യാണിന്റെ ഫോട്ടോ കിട്ടി. ഹാ, ഇത് കൊള്ളാലോ, ഇത് പുതിയതാണല്ലോ, പുതിയ അടവായിട്ടപ്പോ ഇറങ്ങിയിരിക്കല്ലേ, കൊള്ളാലോടെ പ്രകാശ താൻ ആള്. അപ്പൊ ഇത്രയും കാലം ചെയ്ത് കൂട്ടിയതൊക്കെ അങ്ങനെ ഞങ്ങൾ മറക്കുന്നു കരുതിയിട്ടായിരിക്കും പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓ, ഇത് കേട്ട് കഴിഞ്ഞപ്പോ പ്രകാശം പറഞ്ഞു, ആ ഫോട്ടോ എനിക്ക് തരണം, എനിക്കത് നെഞ്ചോട് ചേർത്ത് വെക്കാനുള്ളതെന്ന് പറയണ. നെഞ്ചോട് ചേർത്ത് വെക്കാനാ? അതെ, ഇതെന്റെ കല്യാണി മോള, ഇതിന്റെ മോള. നോക്കിയേ, മുഖത്ത് എന്തൊരു ഐശ്വര്യാന്ന് നോക്കിയേ. ഇവളെ എനിക്ക് വേണം. ഇവളെ ഞാന് ഇന്നിന്റെ രാത്രി സ്വപ്നം കണ്ടോണ്ടാ കിടന്നുറങ്ങണേ. കാരണം ഞാൻ ചെയ്തു പോയ ദ്രോഹങ്ങൾക്കല്ല ഇവളോട് ഞാൻ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഫോട്ടോ മൊത്തം ഞാൻ ആർക്കും തരില്ല. പിന്നെ നീ ചോദിച്ചല്ലോ നിന്റെ വീട്ടിൽ എന്തിനാ കയറിയെന്ന്. ഞാൻ ഈ ഫോട്ടോ മാത്രം എടുത്തോളാം മുറിയുന്ന. ആ മുറി കയറി ഇപ്പൊ ആൽബം കണ്ടു. ആൽബത്തിനകത്ത് നീ ഫോട്ടോ എടുക്കാനാ കരുത്. അല്ലാതെ അവിടെ സ്വർണവും പണവും ഒന്നും ഒരു സാധനം പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് രതീഷ് പറഞ്ഞു, കൊള്ളാലോടാ, ഈ 2025 ഏറ്റവും വലിയ കോമഡിയുള്ള താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. തന്നെ പോലെ ഒരുത്തിന് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കും താൻ കരുതിയോ? അപ്പോഴേക്കും സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് വന്നു. സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, പിടിച്ചു പുറത്താക്കട്ടെ സാറെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, പിടിച്ചു പുറത്താക്കൊന്നും വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ഞാൻ അതിന് ഇവിടെ നിന്നും മോഷ്ടിച്ചോണ്ട് പോകാനോ അല്ലെങ്കിൽ ആരോടും വഴക്കിടാനൊന്നും വന്നില്ല വന്നേ. എന്റെ മോളെ എനിക്കൊന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് വന്നാന്ന് പറയണേ. രതീഷ് ചോദിച്ചു, മോളോ? ഏത് മോള്? തനിക്ക് ഇങ്ങനെ ഒരു മോളില്ലെന്നും പറഞ്ഞില്ലേ താൻ നടന്നുകൊണ്ടിരുന്നേ? എനിക്കറിയാടോ, താൻ ഇതിനേക്കാളും വലിയ നമ്പർ വെച്ചോണ്ട് ഇങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ നിന്റെ മോൻ അകത്തല്ലേ, അപ്പൊ അവൻ പുറത്തിറങ്ങുന്നോടം വരെ നിനക്ക് കഴിയാനായിട്ട് ഒരു ഒളിത്താവളം വേണം, അല്ലെങ്കിൽ ഒരു ആശ്രയം വേണം. അതിനു വേണ്ടിയിട്ടാ സ്വന്തം പെറ്റമ്മ പോലും കാല് തല്ലി ഒടിച്ച് വിട്ടിരിക്കുമല്ലേ. എന്നിട്ടല്ലേ, അല്ല അവര് പോലും മാറി, എന്നിട്ട് പോലും നിനക്ക് മാറാൻ തോന്നിയില്ലോ? അവര് മാറിയ സമയത്ത് അവരെയും വെല്ലുവിളിച്ച് അങ്ങനെ നടന്നവനല്ലേ നീന്ന് ചോദിക്കുക. പ്രകാശം പറഞ്ഞ അതങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എനിക്ക് മാറ്റമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രതീഷ് പറഞ്ഞു, മേല നിന്നെ ഇവിടെ കണ്ടുപോയേക്കളെന്ന് പറയണം. പ്രകാശം പറഞ്ഞു, അങ്ങനെ പറയരുത്, എനിക്ക് വരണം തോന്നും ഞാൻ വരും, എനിക്ക് എന്റെ മോളെ കാണണം തോന്നും എനിക്ക് കാണണം, എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല. അതിപ്പോ നിങ്ങൾ എന്റെ കാല് തല്ലി ഒടിച്ചാലും കൈ തല്ലി ഒടിച്ചാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞാൽ വരിക തന്നെ ചെയ്യും, എനിക്ക് എന്റെ മോളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയത്ത് സെക്യൂരിറ്റി കണ്ടു പറഞ്ഞു, അയാൾ പുതിയ അടവായിട്ട് എത്തിരിക്കുക, ഇനി അയാൾ വന്ന് അകത്തേക്ക് കയറ്റി വിടണ്ട കേട്ടോ. ഞാൻ എന്തായാലും കിരൺ സാറെ കല്യാണി ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ചോദിച്ചു, അയാൾ പോയെന്ന് ചോദിക്കണം. പോയി. അല്ല എന്താ ഇവിടെ വന്നിട്ട് പറഞ്ഞെന്ന് ചോദിക്കണം. എന്ത് പറയാനാ, കുറെ എന്തൊക്കെയോ പറഞ്ഞു, കുറെ ക്ഷമയൊക്കെ ചോദിച്ചെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രതീഷ് പറഞ്ഞു, അത് ശരിയാ, അയാൾ ക്ഷമ ചോദിക്കാൻ വന്നാ, പക്ഷേങ്കില് അത് ശരിക്കും അയാൾക്ക് മനസ്താപം ഉണ്ടായിട്ടൊന്നുമല്ല, അതല്ല അയാളുടെ ഒരു നമ്പരാന്ന് തോന്നേ. പിന്നെ അയാൾ എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കും. കല്യാണം പറഞ്ഞില്ല, അത് കല്യാണിന്റെ ഒരു ഫോട്ടോ എന്ന് പറയണേ. എന്റെ ഫോട്ടോയോ? അതെ, അയാളുടെ കല്യാണിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അത് എടുത്ത് കാണിച്ചിട്ട് അയാൾ പറഞ്ഞു വീട്ടിൽ നിന്ന് അതാ മോഷ്ടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്ര കൂടെ വിശ്വാസം വന്നിട്ടില്ല എന്ന് പറയാ. ആ ഫോട്ടോയെ നെഞ്ചോടി ചേർത്ത് വെച്ചാൽ അയാളിപ്പം നടക്കുന്നേ. ഇതൊക്കെ അത് അയാളുടെ അടുത്ത അഭ്യാസമായിരിക്കും എന്ന് പറയണ. കിരൺ പറഞ്ഞു, അത് ശരിയാ, മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒന്നും നടന്നില്ല, അപ്പൊ ഈ തവണ പുതിയ അടവ് അഭ്യാസമായിട്ട് വന്നിരിക്കുന്ന. പെട്ടെന്ന് കല്യാണി പറഞ്ഞു, ഇനി അയാൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, അയാളെ കുട്ടികളെ പണി നമുക്ക് കൊടുക്കാന്ന് പറയണം. ഈ സമയം കിരൺ പറഞ്ഞു, സൂക്ഷിക്കണം, കാരണം അയാളുടെ കൂട്ടുകെട്ട് ആരെന്നറിയോ? ആ രാഹുലും അവരൊക്കെ തന്നെയാ, അവരൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല, ഓരോ ദുഷ്ടതകൾ കാണിക്കാനായിട്ട്. അതെ അതെ, കിരണേട്ടൻ പറഞ്ഞ ആ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യ. കാരണം അപ്പുറത്തുണ്ടല്ലോ എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ നേർക്ക് എങ്ങനെ ആയുധം പ്രയോഗിക്കാന്ന് കരുതിയിരിക്കുക. മിക്കവാറും പ്രകാശിന്റെ കൈ മിക്കവാറും വല്ല ആയുധം കൂടെ കൊടുത്തായിരിക്കും വിട്ടിരിക്കാൻ. ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം. അത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ പോകുന്നില്ല, അയാൾക്ക് അതിനുള്ള പണി ഞങ്ങൾ തന്നെ കൊടുത്തു വിട്ടോളാം, കല്യാണം അതൊന്നോർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം. അങ്ങനെ അവരും ഇങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് ശാരി ഇങ്ങനെ ഇരിക്കണം. അപ്പോഴേക്കുമാണ് സരയു ഇങ്ങോട്ടേക്ക് വരുന്നത്. സരയുവിനെ കണ്ടത് ശാരി എന്നിട്ട് പറഞ്ഞു, മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ നിന്റെ ലോക്കറിന്റെ പിന്നെ അക്കൗണ്ടിന്റെയും കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം കേട്ടോ, അത് മറ്റാരെ ഏൽപ്പിക്കലെന്ന് പറയണം. എന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? വേണ്ട മോളെ, അറിയാലോ എപ്പോഴും നമ്മുടെ പിടിവലി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം, മറ്റൊരാളുടെ ഏൽപ്പിക്കരുത്. അല്ല പണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ, ലോക്കറിലെ സ്വർണ്ണം ഉണ്ടല്ലോ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയ പറഞ്ഞു, ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്റെ ആരാ, അതിന് നിങ്ങൾ എന്റെ അമ്മയൊന്നും അല്ലോ എന്ന് പറഞ്ഞോണ്ട് സരയു ശാരിയുടെ കഴുത്തിന് കയറി കുത്തി പിടിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ. നിങ്ങൾ എന്റെ അമ്മയല്ല, നിങ്ങൾ ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ കഴുത്തിൽ കൂടുതൽ ഇങ്ങനെ അവകാശവും കാണിച്ചുകൊണ്ട് വരുന്നേ? എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞോണ്ട് കഴുത്തേലും കൂടെ കുത്തിപ്പിടിച്ച് കൊല്ലാൻ തുടങ്ങാണ്. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, വിടും മോളെ, എന്നെ വിടാനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൈയൊക്കെ തട്ടി മാറ്റുവാണ്. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
മേലാൽ ഇനി ഇമാതിരി പ്രകടനമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഇപ്പൊ എനിക്ക് അച്ഛനില്ല അമ്മയില്ല, ആകെപ്പാടെ എൻ്റെ ഭർത്താവ് മാത്രമുള്ള എൻ്റെ മനുവേട്ടൻ. മനുവേട്ടനെ കൂടെ നഷ്ടപ്പെട്ടാണ്ടല്ലോ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് എൻ്റെ മനുവേട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം എന്നറിയാം. ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്രോശിക്കുകയാണ്. ഈ സമയത്ത് ശാരി പറഞ്ഞ്, ഞാൻ പറഞ്ഞെന്നുള്ളൂ മോളെ, ദേ നീ ഒരു പെണ്ണാണ്, ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണം. കാരണം നിന്റെ കയ്യിൽ എപ്പോഴും നിന്റെ അക്കൗണ്ടിന്റെ കാര്യങ്ങളും ലോക്കറിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ വേണം നോക്കാനായിട്ട്. പിന്നെ ഒരു കാലത്ത് അത് നഷ്ടപ്പെട്ടു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. ഇതേട്ടപ്പോ സരി പറഞ്ഞ അതൊക്കെ നോക്കാനായിട്ട് എനിക്കറിയാം, നിങ്ങൾ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് അങ്ങ് തിരിയുവാണ്. ആ സമയം സരുവിന്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ വരുവാണ്. എല്ലാവരും കൂടെ തന്നെ തോൽപ്പിക്കുവാണോ തന്റെ മനുവേട്ടൻ, ഒരു പക്ഷെ അയാൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുവാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. താൻ ഇത്രയും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ഒരു പക്ഷെ തന്നെ ചതിക്കുമെന്ന് പറഞ്ഞാൽ തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. തന്റെ മനസ്സിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക. ആ എരിച്ചില് തന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്താന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സരുവിന് ആകെപ്പാടെ സമനിലയേറ്റുന്ന പോലെ തോന്നുവാണ്. ആ സമയത്ത് പ്രകാശം നേരെ ചെല്ലുന്ന ഭാനുമതി അമ്മയുടെ അടുത്തേക്കാണ്. അങ്ങനെ ഭാനുമതി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ എന്റെ മോളെ കണ്ടു, കല്യാണി മോളെ കണ്ടെന്നൊക്കെ പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി പറഞ്ഞു, എടാ അതിനെ അവിടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ നീ സമ്മതിക്കില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മേ എനിക്ക് അവളെ കാണാൻ തോന്നിയമ്മേ, അമ്മ ഈ ഫോട്ടോ കണ്ടോ, ഇത് കണ്ടോ, ഞാൻ കാദംബരിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്താ. ഇത് എനിക്കെന്റെ മോളെ കാണണം തോന്നുമ്പോൾ എല്ലാം ഞാൻ ഈ ഫോട്ടോയിലേക്ക് നോക്കും. അത് മാത്രമല്ല നേരിട്ട് കാണണം തോന്നുമ്പോൾ ഞാൻ ചെല്ലുക തന്നെ ചെയ്യുമെന്ന് പറയണം. ഇതേരം ഭാനുമതി പറഞ്ഞു, ആഹാ കഴിഞ്ഞ പ്രാവശ്യം നീ എൻ്റെ അടുത്ത് വന്ന് വേറെ നമ്പറായിരുന്നല്ലോ ഇറക്കിയത്, ഈ തവണ വേറെ നമ്പറാ, നീ ആള് കൊള്ളാലോടാന്നൊക്കെ പറയണം. ഇതോടെ പ്രകാശം പറഞ്ഞു, അമ്മ നമ്പറല്ലമ്മേ, എനിക്ക് ചങ്കിനകത്ത് അത്ര വിഷമം തോന്നുമ്പോൾ അമ്മയെ കാണാൻ തോന്നും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നേ, അല്ലെ അമ്മേനെ ദ്രോഹിക്കാൻ ഒന്നും ഓർത്തല്ലെന്ന് പറയണം. അമ്മേ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന്, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയാം. എടാ പ്രകാശ, അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉള്ളവനാണെങ്കിൽ നീ ഇങ്ങനെ നടക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിലും അല്ല എന്നെ പറഞ്ഞാൽ മതി, നിന്നെ പോലെയുള്ള ഒരുത്തരം വളർത്തി വലുതാക്കി ഇത്രയും കൊണ്ടുവന്നേന് വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുവാന്ന് പറയണേ. ഇതേടെ പ്രകാശം പറഞ്ഞു, അമ്മ എന്തിനാ എന്നെ ചീത്ത പറയണേ, അമ്മയ്ക്ക് അതിനുള്ള എന്നെ യോഗ്യതയുള്ളത്. അമ്മയല്ലേ ചെറുപ്പത്തിൽ എന്നെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടെ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയായി പോയെന്ന് ചോദിക്കാം. അതേടാ പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് മാറ്റം ഉണ്ടായി, ഞാൻ മാറി. നീയോ, നീ മാറാൻ തയ്യാറായിരുന്നോ? അല്ല, ചെയ്ത തെറ്റോർത്ത് പശ്ചാത്താപിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം നീ കല്യാണി മോളെ വീണ്ടും ഇല്ലാതാക്കാനല്ലേ ശ്രമിച്ചേ. അപ്പൊ പിന്നെ നിനക്ക് ഇതൊക്കെ വന്ന് പറയാനായിട്ട് എന്ത് യോഗ്യത ഉള്ളടാന്ന് ചോദിക്കണം. അത് കേട്ടുകഴിഞ്ഞപ്പോ പ്രകാശം പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയരുന്ന് പറയാം, ദേ കടന്നു പോയിക്കോണം ഇവിടുന്ന്, ഇനി എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ല. അവൻ എല്ലാവരുടെ ഒപ്പിരുന്ന് ആഹാരം കഴിക്കണം പോലും. എടാ നീ ഇനിയിപ്പം മരിച്ചു മണ്ണടിഞ്ഞെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്റെ പ്രേതം എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ പോലും നീ നല്ലവനായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് ഭാനുമതിയമ്മ പറയണം. ഇത് കേട്ടത് ഒരു ഞെട്ടലോടുകൂടി പ്രകാശൻ ഭാനുമതിയമ്മേനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ. അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.